നിതിൻ മോളി ഈസ് ബാക്ക് ഓർ നിവിൻ പോളി ഈസ് ബാക്ക്. മലയാളി ഫ്രം ഇന്ത്യ. യെസ്, മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവി ഇപ്പൊ കണ്ടിറങ്ങി വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. സോ ഒറ്റ വാക്കിൽ പറയണോ അതോ വിശദമായി പറയണോ, എന്താണ് സിനിമയുടെ മൊത്തം പ്ലോട്ടൊന്നും പറയുന്നില്ല. സോ എന്തായാലും ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് പൂണ്ട് വിളയാടിയിരിക്കുകയാണ് നിവിൻ പോളി. ഇപ്പം ഈ അടുത്ത് വന്ന, അതായത് വർഷങ്ങൾക്ക് ശേഷം മുമ്പുള്ള നിവിൻ പോളിയുടെ പടം ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വേറെ ലെവല് പടമാണ്. നിവിൻ പോളിയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ്. ബിക്കോസ് ആ ഒരു സിനിമ മുഴുവൻ കൊണ്ടുപോകുന്നത് ഈ ഒരു ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെയാണ്. കുറേ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു സിനിമ ത്രൂ ഔട്ട് പോകുന്നത് ഈ ഒരു കഥാപാത്രത്തിലൂടെയാണ്. പിന്നെ ഡിജോ, യെസ്, നമ്മൾ ഈ സിനിമയുടെ സംവിധായകനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പടങ്ങളിൽ നമുക്ക് കിട്ടുന്നൊരു സാധനമുണ്ട്. അതിപ്പോൾ ജനഗണമനയാണെങ്കിലും ഓരോ പടങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൽ പ്രേക്ഷകന് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം യൂസ് ചെയ്ത് ജനങ്ങളിങ്ങനെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നൊരു സംഭവമുണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു കിടിലൻ സിനിമയാണ്. ഇതൊരു കോമഡി ജേണർ പടമേ അല്ല. സോ അത് പറയാം, ബിക്കോസ് ചിലരൊക്കെ ആ പാട്ടും ആ ഒരു സംഭവം കണ്ടിട്ട് ഇതൊരു കോമഡി ജേണർ പടമാണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് കോമഡി മാത്രമുള്ള ഒരു പടമല്ല. കോമഡി ഉണ്ട്. നിവിൻ പോളിയുടെ ഒക്കെ ചില സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് മീൻസ് അത് നമുക്ക് മീൻസ് എങ്ങനെയാണ് ഒരു ചെറിയ ഒരു എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാവുള്ളൂ. പക്ഷെ കിടിലനായിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും എനിക്ക് പടം പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. ഇതിപ്പോൾ വേറൊരു പ്രേക്ഷകന് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിലെ പ്രേക്ഷകന് എനിക്ക് ഈ ഒരു പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പടം, അതായത് ദിലീപേട്ടൻ്റെ ആ ഒരു പവി കെയർ ടേക്കർ എന്ന് പറയുന്ന പടം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ട് 2-3 പേര് പടം കണ്ടിട്ട് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എന്നിലെ പ്രേക്ഷകന് ഈ ഒരു പടവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പോലെ ഇത് ഹിന്ദിയിൽ എടുക്കാൻ വെച്ച ഒരു ഒരു സിനിമയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹിന്ദി ആ ഒരു രീതിയിൽ അങ്ങനെ വെച്ച് ആ ഒരു രീതിയിൽ തന്നെ നോക്കിയാൽ, അതായത് അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഈ സിനിമ കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ അല്ലെങ്കിൽ കഥയിലേക്കൊന്നും പോകുന്നില്ല, അത് നിങ്ങൾക്ക് സ്പോയിലറായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എടുത്ത ആ ഒരു സംഭവം ഒന്നും പറയാത്തത്. അതായത് ദേശസ്നേഹം ആ ഒരു സംഭവത്തിനുണ്ട്. ഓക്കെ, ഇനി ഞാൻ കൂടുതൽ ത്രൂ ഔട്ടൊന്നും പറയുന്നില്ല. സോ ആ ഒരു സംഭവമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അതായത് ആ സിനിമേൻ്റെ പ്ലോട്ടിലേക്ക് ഞാൻ കടക്കുന്നില്ല. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. സോ ഒരു ചെറിയ ഇതിൻ്റെ ഡെഫിനിഷൻ IMDb കൊടുത്ത ആ ഒരു സംഭവം പറയാം. ഒരു അൺഎംപ്ലോയിഡ് യങ് മാൻ, അതായത് ആൽപ്പറമ്പിൽ ഗോപി, കമ്പൽ ടു എംബാർക്ക് ഓൺ എ ജേർണി എവേ ഫ്രം ഹിസ് ഹൗസ്, അതായത് സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടതിന് നിർബന്ധിതനാവുന്നു. ആ ഒരു സമയത്ത് നടക്കുന്ന സംഭവവികാസങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സിനിമ ത്രൂ ഔട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ബാക്കി പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അനശ്വരിക്കുന്ന അധികം സ്പേസ് ഇല്ല എന്ന് ഞാൻ പറയാം. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ആണെങ്കിലും ബാക്കി എല്ലാവരുടെയും പെർഫോമൻസും നിവിൻ പോളി അഴിഞ്ഞാടുകയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതായത് കുറേ ഗെറ്റപ്പ്, മീൻസ് അങ്ങനെയല്ല, കുറച്ച് ക്യാരക്ടർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ട് സിനിമകളിൽ കണ്ടിരുന്ന ഒരു നിവിൻ പോളി ഇല്ലേ, ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്. എന്തായാലും അടിപൊളി ഒരു പടം തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞത് നിതിൻ പോളി ഈസ് ബാക്ക് എന്ന് പറയുന്നത്, നിവിൻ പോളി ഈസ് ബാക്ക്. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. എനിക്ക് എന്നെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് ഉദ്ദേശം. പക്ഷേ സ്പോയിലറായി പോവും. ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരിലേക്ക് ഈ ഒരു സംഭവം ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ പർപ്പസുകളിലും കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഈ സിനിമയുടെ ഈ അവസാനം വന്ന ടീസർ വെച്ച് അനലൈസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾ പോയാൽ മതി. അതായത് പ്രൊമോഷനിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു തീം ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ തീമിനെ പറ്റി നമ്മൾ റിവ്യൂവിൽ പറയുന്നത് മോശമാണ്. ആ സിനിമ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യേണ്ടതാണ്. എൻ്റെ അടുത്തിരുന്ന ചേട്ടനൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെട്ടു, ഒരു ഫാമിലി ആയിട്ട് വന്നേ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിനിമ 2 മണിക്കൂറും 40 മിനിറ്റും ഉണ്ട്. സോ അത്രയും ദൈർഘ്യമുള്ള ഒരു സിനിമ തന്നെയാണ്. അപ്പം ഇത്രയൊക്കെ ഈ ഒരു സിനിമയെ പറ്റി പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് പടം പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമത്തേക്കും. ബൈ ഗൈസ്.